കർഷകരുടെ ദില്ലി ചലോ മാർച്ച് രണ്ടാം ദിനം തുടരുകയാണ്. കർഷകർ ദില്ലിയിലേക്ക് നീങ്ങുകയാണ്. പിന്നോട്ടിൽ നിന്ന് കർഷക സംഘടനകൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധം. ഏത് വിധേനയും ദില്ലിയിൽ കർഷകർ എത്തുന്നത് തടയുകയാണ് വിവിധ പോലീസുകൾ. ഹരിയാന ഒപ്പം തന്നെ ദില്ലി പോലീസുകളൊക്കെ വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, കർഷക മാർച്ച് രണ്ടാം ദിനമാണ്, പക്ഷേ പലയിടങ്ങളിലും അവരെ തടയുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണോ? വ്യാപക സംഘർഷം പലയിടങ്ങളിലും ഉണ്ടാകുന്നു. ശത്രു സൈന്യത്തെ നേരിടുന്നത് പോലെയാണോ കർഷകരെ നേരിടുന്നത്? മനു, തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലി ഹരിയാന അതിർത്തിയായിട്ടുള്ള സിംഗുവിലാണ്. പക്ഷേ ഇവിടുത്തെ ഒരു സജ്ജീകരണങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്കൊക്കെ ഒരു സംശയം തോന്നിയേക്കാം, രാജ്യാന്തര അതിർത്തി ഏതെങ്കിലും ആണോ എന്നുള്ളത്. പക്ഷേ ഇത് ദില്ലി ഹരിയാന അതിർത്തിയായിട്ടുള്ള സിംഗു അതിർത്തിയാണ്. ഇവിടെ കർഷകർക്കെതിരെ അല്ലെങ്കിൽ കർഷകർ ഇങ്ങോട്ടേക്ക് കയറാതിരിക്കാൻ വലിയ തലത്തിലുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് എല്ലാ ബോർഡറുകളിലും വിന്യസിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതേ ഉള്ളൂ. വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങൾ, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ദില്ലി പോലീസ്, അത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ കർഷകർക്കെതിരെ വലിയ നടപടി നമ്മൾ ശംഭു അതിർത്തിയിലടക്കം കണ്ടതാണ്. അതോടൊപ്പം ഈ ഒരു ഹൈവേയിൽ നമുക്ക് കാണാം ഇവിടെ വലിയ സിമൻറ്റ് ബ്ലോക്കുകൾ വെച്ചിട്ട് അത് കോൺക്രീറ്റ് ഇട്ട് നിറച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും കർഷകർ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ കർഷകരുടെ ട്രാക്ടറുകൾ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ടാണ് ഇത്രത്തോളം കോൺക്രീറ്റ് മിക്സ് ഇവിടെ ഇത്തരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു ഹൈവേയുടെ ഫ്ലൈ ഓവറിൻ്റെ രണ്ടു വശത്തും നമുക്കിത് കാണാൻ കഴിയും. ഇത് ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു സജ്ജീകരണമാണ്. ഈ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് കഴിഞ്ഞ ഈ കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ അടുത്ത വശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ബാരിക്കേഡുകൾ, ഇത്തരത്തിൽ മുള്ളുവേലികൾ, വലിയ വ്യാപകമായിട്ടുള്ള തോതിൽ മുള്ളുവേലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് അവിടെ മാത്രമല്ല, രണ്ട് ഭാഗത്തും ഈ ഒരു ഭാഗത്ത് ബാരിക്കേഡുകൾക്ക് മുകളിലാണ് ഇത്തരത്തിൽ മുള്ളുവേലികൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ മുള്ളുവേലികളുടെ നിറച്ച ബാരിക്കേഡുകൾ അത് വലിയ ഒരു നിര തന്നെയാണ്. മൾട്ടി ലെയറായിട്ടുള്ള ബാരിക്കേഡുകളാണ് ഇത്തരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലെല്ലാം മുള്ളുവേലികൾ ചുറ്റിയിരിക്കുകയാണ്. കർഷകർ ഒരു കാരണവശാലും അകത്തേക്ക് കടക്കരുത് എന്നത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് കാണാം ഇവിടെ ഇപ്പോഴും ഈ സിമൻറ്റ് ബ്ലോക്കൊക്കെ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കർഷകരുള്ളത് ശംഭു ബോർഡറിലാണ്. അത് ഹരിയാന പഞ്ചാബ് ബോർഡറായിട്ടുള്ള ശംഭുവിലാണ്. അവിടെയാണ് കർഷകർക്കെതിരെ വലിയൊരു പോലീസ് നടപടി ഇന്നലെ ഉണ്ടായത്. കർഷകർക്കെതിരെ ഈ ഒരു കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം, അത്തരമൊരു അവസ്ഥ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇതിനെതിരെ കോടതി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കോടതി കൃത്യമായി തന്നെ പഞ്ചാബ് കോടതി കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത് കർഷക സമരത്തിന് നേരെ ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ജലപീരങ്കി പ്രയോഗിക്കരുത് എന്ന് കോടതി കഴിഞ്ഞ ദിവസം കർശനമായിട്ടൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഇവിടെ വലിയ തലത്തിലുള്ള പോലീസ് സൈനിക വിന്യാസമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ മുള്ളുവേലിയുള്ള ബാരിക്കേഡ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ കണ്ടെയ്നറുകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ കണ്ടെയ്നറുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതും കർഷകരുടെ ട്രാക്ടറുകൾ ദില്ലിയിലേക്ക് കടക്കുന്നത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതോടൊപ്പം ഈ കണ്ടെയ്നറുകൾ ഇവിടെ സ്ഥാപിക്കുമ്പോൾ അത് മുഴുവൻ അതിനകത്ത് മണ്ണ് നിറച്ചുകൊണ്ടാണ് കണ്ടെയ്നറുകൾ സ്ഥാപിക്കുന്നത്. ഈ ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ കണ്ടെയ്നറുകൾക്കകത്ത് മണ്ണ് നിറയ്ക്കുകയാണ്. അത്രത്തോളം വെയിറ്റ് ഇതിന് വേണം. കാരണം കർഷകർ കഴിഞ്ഞ സമരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്, കർഷകർ കണ്ടെയ്നറുകളൊക്കെ തന്നെ അവരുടെ ട്രാക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ നിന്ന് മാറ്റുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ, മണ്ണ് നിറച്ച് കണ്ടെയ്നറുകൾ ഈ റോഡിൽ സ്ഥാപിക്കുന്നത്. അതോടൊപ്പം
റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഈ ഒരു വാഹനങ്ങൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ, കർഷകർ കയറുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സജ്ജീകരണം ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നിരവധി കണ്ടെയ്നറുകളാണ് ഈ ഒരു ഫ്ലൈ ഓവർ മുഴുവൻ ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു കണ്ടെയ്നറുകൾക്ക് പിന്നിലേക്ക് നിരവധി ടോറസുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ആ ടോറസുകളും ഈ കണ്ടെയ്നറുകളെ പോലെ സമാനമായിട്ടുള്ള രീതിയിൽ മണ്ണ് നിറച്ചാണ് ടോറസുകളും സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു ഹൈവേ മാത്രമല്ല, ഇനി ശംഭു അതിർത്തിയിൽ നിന്ന് ഹരിയാന കടന്നു വരുന്ന എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള സജ്ജീകരണങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് കൂടി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്തരം ഈ ഹൈവേയിലെ യാത്രയൊക്കെ തന്നെ നിരോധിച്ചിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ റോഡുകൾ ഡൈവേർട്ട് ചെയ്ത് വിടുന്നു. ഏകദേശം 3-4 മണിക്കൂർ സാധാരണ ജനങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്കിൽ, ഗതാഗത കുരുക്കിൽ കിടക്കേണ്ടി വരുന്നു. ഇതൊക്കെ തന്നെ കർഷക സമരം കൊണ്ടാണ് ഇത്രത്തോളം വലിയ ഗതാഗത കുരുക്ക് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം. അത്തരത്തിൽ സാധാരണ ജനങ്ങളെ, പബ്ലിക്കിനെ കർഷകർക്ക് എതിരായിട്ട് പ്രവർത്തിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വിഷ്ണു. കാരണം ഇവിടെ വലിയ പിന്തുണ പൊതുസമൂഹത്തിൽ കർഷക സമരത്തിന് എപ്പോഴും ലഭിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ ലോങ് മാർച്ചിന്റെ സമയത്താണെങ്കിലും അതിനുശേഷമുണ്ടായ മഹാകർഷക പ്രക്ഷോഭത്തിന്റെ സമയത്താണെങ്കിലും പൊതുസമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയും കർഷകർക്കായിരുന്നു. നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ കിട്ടാതിരിക്കാൻ, കർഷകർ കാരണം വലിയ ബുദ്ധിമുട്ടുകളിലൂടെ അനുഭവിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ പൊതുസമൂഹത്തെ എതിരാക്കാനുള്ള നീക്കമാണോ ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത്? മനു, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നീക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കർഷക സമരം ദില്ലിയിലേക്ക് കടക്കരുത് എന്നത് തന്നെയാണ്. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ കർഷക സമരം ദില്ലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മൾ കണ്ട രീതിയിലുള്ള ഒരു സമരം ഇവിടെ ദില്ലി അതിർത്തികളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കും. ആ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇത് ഈ ഫ്ലൈ ഓവറിൻ്റെ താഴത്തെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഫ്ലൈ ഓവറിന് മുകളിൽ കണ്ടതുപോലെ തന്നെ താഴെയും ഇത്തരത്തിൽ വലിയ സിമൻറ്റ് ബ്ലോക്കുകൾ, ബാരിക്കേഡുകൾ, മുള്ളുവേലികൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിൽ കണ്ടെയ്നറുകൾ, അതിനും പിന്നിൽ ടോർസുകൾ, ഇത്തരത്തിലുള്ള വലിയൊരു ബ്ലോക്ക് തന്നെയാണ് റോഡിൻ്റെ ഈ ഫ്ലൈ ഓവറിൻ്റെ ഇരുവശങ്ങളിലും താഴെയും തീർത്തിട്ടുള്ളത്. ഇത്തരത്തിലൊരു നിയന്ത്രണം വരുന്നതോടുകൂടി സാധാരണ ജനങ്ങൾക്കുള്ള യാത്ര, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തന്നെയാണ് ഇവിടെ ഹനിക്കപ്പെടുന്നത്. സാധാരണ ആളുകൾക്ക് ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് ഈ റോഡ് മുറിച്ച് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ അവർ മറ്റ് വഴികളിലൂടെ ഈ ഒരു ഗ്രാമങ്ങളുടെ അകത്തു കൂടിയുള്ള ചെറിയ വഴികളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് അപ്പുറത്ത് ഇവിടം കടക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഈ ഒരു റോഡ് മുഴുവൻ ഈ കർഷകർ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളെ വലിയ തലത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി തന്നെയാണ്. അതോടൊപ്പം ദില്ലി നഗരവും വലിയ ഗതാഗത കുരുക്ക് തന്നെയാണ് ഇന്നലെ മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാസിപ്പൂർ ബോർഡറിലേക്ക് ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂർ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇന്നും ഗാസിപ്പൂർ അതിർത്തിയിൽ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് കർഷകർക്കെതിരെ തിരിക്കാനുള്ള ചില നീക്കങ്ങൾ കൂടിയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. എന്തായാലും കർഷകരുടെ സമരത്തിന് ഇപ്പോൾ പിന്തുണ കൂടുതൽ ഏറി വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ശിരോമണി അകാലിദൾ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇന്ത്യ മുന്നണി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംയുക്ത കിസാൻ മോർച്ചയും കഴിഞ്ഞ ദിവസം ഈ കർഷകർക്കെതിരായിട്ടുള്ള നടപടി അപലപനീയമെന്ന കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. കർഷകർക്കെതിരെ ഇത്തരം നടപടികൾ പോലീസ് സ്വീകരിക്കരുത് എന്നതാണ് സംയുക്ത കിസാൻ മോർച്ചയും പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും കർഷകർക്കെതിരെ ഇത്തരത്തിൽ നടപടികൾ, ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായാൽ ഒരുപക്ഷെ മറ്റ് കർഷക സംഘടനകൾ കൂടി സമരത്തേക്ക് വരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. മനു.